നാച്ചുറൽ സ്റ്റോറി. ഇല്ല, വൈറ്റ് ഹൗസ് ഇങ്ങനെയല്ല, പക്ഷെ ഇത് കൊളംബോലെ വൈറ്റ് ഹൗസ് ഗൈസ്. ഇന്ത്യൻ പൈസയും കണ്ടുപിടിച്ചു ഗൈസ്. ഇന്ത്യൻ റുപ്പീസും താണ്ട് ഇവിടെ ഉണ്ട്. നേരത്തെ നടന്നുപോയ വഴിയാണ് ഗൈസ്. അത് ലാസ്റ്റ് മൊമെന്റിലൊക്കെ ആയിരിക്കും ഷിപ്പ് ക്യാൻസൽ ചെയ്യുന്നത്. കാരണം ഈ പിന്നാണ് കേട്ടോ. നിങ്ങൾ ചാർജറൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഗൈസ് ഞാനങ്ങനെ എത്തി നിൽക്കുന്നത് ശ്രീലങ്കയുടെ ക്യാപിറ്റലായിട്ടുള്ള കൊളംബോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ കൊളംബോ ടൗൺ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊളംബോയിലുള്ള ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. ഇതൊരു പഴയ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെയാണ്. അപ്പം ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സെൻട്രൽ ട്രാൻസ്പോർട്ടേഷൻ ഏരിയ ആണ്. ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടോട്ട് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തായിരിക്കും ആദ്യം വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങളിന്ന് കാണാൻ പോകുന്നത് കൊളംബോയിലെ കുറേ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത ഗാലെ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കൊളംബോയിലോട്ട് ഞാൻ ബസ് പിടിച്ചിട്ടാണ് വന്നത്. ബസ് രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും എപ്പോഴും അവൈലബിൾ ആണ്. കാരണം ഗാലയിൽ ഇങ്ങോട്ട് ഒരു 3 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ, 3 അല്ലെങ്കിൽ 3.5 മണിക്കൂറിൻ്റെ യാത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ രാവിലെ കൊളംബോ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ബാഗും, ഇന്ന് ഇവിടെ നമുക്ക് സ്റ്റേ ഒന്നുമില്ല, കാരണം ഇവിടുന്ന് ഡയറക്റ്റ് നാളെ ജഫ്നയിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ഒന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഡയറക്റ്റ് ഇവിടെ വന്നു, വൈകിട്ട് പോകാനുള്ളൊരു ബസ് ബുക്ക് ചെയ്തു. എൻ്റെ ബാഗെല്ലാം ക്ലോക്ക് റൂമിൽ, ഇവിടെ ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലായിരുന്നു ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ, ആ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ക്ലോക്ക് റൂമിൽ ഞാൻ എൻ്റെ ബാഗെല്ലാം സേഫാക്കി വെച്ചതിന് ശേഷമാണ് ഇറങ്ങിയിരിക്കുന്നത്. കണ്ടില്ല, ആ ഓട്ടോ ഓടിച്ചോളാം, എന്താ അത് ഫോറിനേഴ്സാണ്. ഇവിടെ ടുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടുക്ക് അവൈലബിൾ ആണ് റെൻറ്റിന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അപ്പോൾ എന്തോ ഫംഗ്ഷന് വേണ്ടിയിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, ഇവിടെ കണ്ടോ ഈ ഒരു മെക്കാനിക്കൽ പാർട്സ് ഒക്കെ വെച്ചിട്ട് ഒരു ആന ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ, ഒരു ആനയും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെണ്ട കൊട്ടുന്നൊരു പുള്ളിക്കാരൻ്റെ സ്റ്റാച്ചു പോലെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ. അപ്പം കൊളംബോയിലെ കാഴ്ചകൾ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. കൊളംബോയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നും കാണത്തക്ക എന്ന് വെച്ചാൽ കാണാൻ വേണ്ടിയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊന്നും ഇല്ല, കുറവാണ്. ഇവിടെ ഉള്ളത് കൂടുതലും നമുക്ക് സിറ്റി ടൂർ ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ കൊളംബോയിൽ കാണാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറയുന്നത്. കണ്ടില്ലേ, ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സിറ്റിയാണ്, അടിപൊളി ഒരു സിറ്റിയാണ്. നമ്മൾ ഇന്ത്യയിലെ തന്നെ മേജർ സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലത്തെ ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. വലിയ ഹൈറൈസ് ബിൽഡിങ്ങുകളും അങ്ങനത്തെ കുറേ സംഭവങ്ങളുള്ള ഒരു സിറ്റിയാണ് ഈ ഒരു കൊളംബോ എന്ന് പറയുന്നത്. ഈ കൊളംബോയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് കാണാൻ വേണ്ടിയുള്ളൊരു സ്ഥലമാണ് ഈ ഒരു ഗംഗരാമായ എന്ന് പറയുന്ന ഈ ഒരു ടെമ്പിൾ. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. കണ്ടില്ലേ, ഇവിടെ കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ ടെമ്പിളാണ്. അപ്പം ഇത് നമ്മൾ മുമ്പും ശ്രീലങ്കയിലെ പല ഭാഗങ്ങളിലും പോയപ്പോഴത്തേക്ക് ഇതുപോലത്തെ ബുദ്ധിസ്റ്റ് പിൽഗ്രിം സെൻ്ററുകളോ അല്ലെങ്കിൽ ടെമ്പിളുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊളംബോയിലും ഇതൊരു മെയിൻ ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. നമ്മൾ കൊളംബോയിൽ ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്നാണ് നമ്മളെല്ലാവരും ഇവിടുന്ന് വന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതൊരു ടെമ്പിളാണ്, ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഇവിടെ ഒരുപാട് സ്റ്റാച്യൂസൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ. കണ്ടില്ലേ, അങ്ങനെ ഈ ഒരു ടെമ്പിളിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു എൻട്രി ടിക്കറ്റൊക്കെ ഉണ്ട്. 500 രൂപയാണ്, 500 ശ്രീലങ്കൻ റുപ്പീസാണ് നമുക്ക് ടിക്കറ്റിന് വരുന്നത്. ഇവിടെ അങ്ങനെ നമുക്ക് ഇന്ത്യൻസിന് ഡിസ്കൗണ്ടോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ബുദ്ധിസ്റ്റ് റിലേറ്റഡ് സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ തൊപ്പി വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ സെൽഫി ഫോട്ടോസോ അല്ലെങ്കിൽ നമ്മൾ കൂടെ നിന്നും കൊണ്ട് ഫോട്ടോസോ അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ അത് നമ്മളെപ്പോഴും അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേക്ക് എല്ലാ നമ്മൾ ബുദ്ധിസ്റ്റ് ടെമ്പിളുകളിൽ പോകുമ്പോഴത്തേക്കുള്ള പോലെ തന്നെ ഇവിടെയും വലിയൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്, ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ടെമ്പിളുകളിലും ഞാൻ കണ്ടിട്ടുള്ളതാണ് ഹിന്ദു ഗോഡ്സിൻ്റെ സ്റ്റാച്യൂസും അവരവിടെ വെക്കുന്നുണ്ട്. അത് എനിക്കൊന്ന് രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്തായിരിക്കും മിക്ക സ്ഥലങ്ങളിലും എല്ലായിടത്തും അതുപോലെ തന്നെയാണ് വരുന്നത്. നമ്മളിവിടുന്ന് കയറി വരുമ്പോഴാണെങ്കിലും എന്താണ്ട് ഈ സൈഡിലൊക്കെ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഹിന്ദു ഗോഡ്സിൻ്റെ എല്ലാം സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ശിവൻ്റെതും ഗണപതിയുടേതും അങ്ങനെ എല്ലാവരുടെയും സ്റ്റാച്യൂസ് ഇതിനകത്തുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇവിടെ ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ, കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. ആ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കണ്ടില്ലേ എന്തോരോ സ്റ്റാച്യൂസാണെന്ന് നോക്കി. ഫുള്ള് ബുദ്ധൻ്റെ ഓരോ ഇരിക്കുന്നതും നിൽക്കുന്നതും അതുപോലെ പല പോസ്റ്ററിലുള്ള സ്തൂപങ്ങൾ അല്ലെങ്കിൽ സ്റ്റാച്യൂസ് ഒരുപാട് ഇവിടെ ഉണ്ട് കാണാനായിട്ട്. കണ്ടില്ലേ, തൊട്ട് മേളിലോട്ടൊക്കെ നോക്കിയുണ്ടോ. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ പഴയ ഒരു ലിഫ്റ്റ് സെറ്റപ്പാണ്. കണ്ടോ, ഇത് ലിഫ്റ്റാണ്. ഇതിൻ്റെ എൻട്രൻസ് കണ്ട ഈ ഒരു വഴിയാണ്. ഇതിന് ഡോറ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, കയറി നിൽക്കുക
പിന്നെ ഇവിടെ സൈഡിലെങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. കണ്ട് സൈഡിൽ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. ഇതിൽ മേളിൽ അതിൻ്റെ ഉള്ള ലിവറും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പണ്ടത്തെ ഒരു ലിഫ്റ്റാണ്. ഇവിടുന്ന് ആൾക്കാർ താഴ്ന്ന് മേളിൽ പോകാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. കണ്ടില്ല, ഇപ്പോൾ ഇത് വർക്കിംഗ് അല്ല എന്നാണ് തോന്നുന്നു. ഇപ്പോൾ ഇത് വർക്കിംഗ് അല്ല. ഗൈസ്, അങ്ങനെ ഞാൻ ആ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി. അതിനുള്ളിൽ കണ്ടില്ലേ ഒരുപാട് സ്റ്റാച്യൂസും പിന്നെ അതുപോലെ തന്നെ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളും അങ്ങനത്തെ കുറേയൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു ടെമ്പിളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അകത്തോട്ടൊന്നും പോയിട്ടില്ല. ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് നടന്നു വരുമ്പോഴേക്കും തൊട്ടിപ്പുറത്ത് ഒരു കുഞ്ഞ് ലേക്കുണ്ട്. ആ ലേക്കിന് നടുക്കും ഒരു ചെറിയൊരു ടെമ്പിൾ പോലത്തെ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ പോലത്തെ ഒരു സംഭവമുണ്ട്. നമ്മൾ നേരത്തെ ഒരു ടെമ്പിളിൽ കയറില്ലേ, അവിടെ കിട്ടുന്ന ആ ഒരു ടിക്കറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ കളയാൻ പാടില്ല. ആ ടിക്കറ്റ് തന്നെയാണ് ഇവിടെയും എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. എൻ്റെ നിർഭാഗ്യവശാൽ ഞാൻ വരുന്ന വഴിക്ക് ഞാൻ വിചാരിച്ച് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഡസ്റ്റ്ബിന്നിൽ ഞാനത് കളഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് വീണ്ടും 500 രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കണം, എന്നാലേ നമുക്ക് ഇതിനുള്ളിൽ കയറാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ അവിടെ സംസാരിച്ചപ്പോഴത്തേക്ക് അവർക്ക് കാര്യം മനസ്സിലായി ഞാൻ കളഞ്ഞതാണെന്നുള്ള. പിന്നെ ഞാനെടുത്ത് വീഡിയോസും കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി. അങ്ങനെ എനിക്ക് കയറാനുള്ള അനുവാദം അവർ തന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ആ ഒരു ചെറിയൊരു ലേക്കാണ്. അതുകൊണ്ട് അവിടെ ഒരു ചെറിയ ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഗോൾഡ് കളറിലുള്ള സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ. ഇതിന് നടുക്കായിട്ട് ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഇവിടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഈ ലേക്കിൻ്റെ നടുക്ക് ഈ ഒരു സംഭവം നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഈ ടെമ്പിളിന് മുകളിൽ നിൽക്കുമ്പോൾ ഉള്ള ഈ ഒരു സിറ്റിയുടെ വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, എല്ലാം വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. ഇവിടെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങുണ്ട്. തൊട്ട് ബാക്കിലുണ്ടല്ലേ, എന്തോ ഒരു ഹൈറ്റാന്ന് നോക്കി. അതുകൊണ്ട് ഇവിടെ വേറൊരു ബിൽഡിങ് ഞാൻ കാണിച്ചത്. ഇത് എന്തിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടോ, ഈ ഒരു പോർഷൻ അതിനകത്തോട്ട് ചാരി നിൽക്കുന്ന പോലെ അല്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതുപോലെ തന്നെ ദോ അങ്ങ് കാണുന്നുണ്ടോ ഒരു ഗോൾഡിൽ പൊതിഞ്ഞ പോലെ ഒരു ബിൽഡിങ്. അത് പണി നടക്കുവാണോ അതോ ഇനി അതിൻ്റെ കളർ അങ്ങനെ, അത് നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഒരു ഗോൾഡ് കളറിൽ ഫുള്ള് കവർ ചെയ്തേക്കുന്ന പോലത്തെ ഒരു ബിൽഡിങ്. അടിപൊളി തന്നെയുണ്ടല്ലോ. ഇവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വലിയ തിരക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെയൊക്കെ സൺഡേ സാറ്റർഡേ ആയതുകൊണ്ടാണ് ഇന്നലെ മെനിങ്ങാന്നൊക്കെ നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഇതൊക്കെ വർക്കിംഗ് ഡേ ആയത് കാരണം ഭയങ്കര തിരക്ക് കുറവാണ് ഇവിടെയൊക്കെ. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലൈമറ്റും വലിയ പ്രശ്നമില്ല. ഇന്നലെയൊക്കെ ഭയങ്കര മഴയുണ്ടായിരുന്നു, വൈകിട്ടൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ വലിയ പ്രശ്നമില്ല. ഇന്ന് വരുന്ന വഴിക്ക് ചെറിയ മഴ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഇപ്പോഴങ്ങനെ വലിയ മഴയോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ പൈസകൾ കുഞ്ഞു കൂട്ടിയിട്ടേക്കുന്നുണ്ട് വയസ്സ്. പല രാജ്യങ്ങളിലെ പൈസ ഉണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഇന്ത്യൻ പൈസയും കണ്ടുപിടിച്ചു വയസ്സ്. ഇന്ത്യൻ റുപ്പീസും താണ്ട് ഇവിടെ ഉണ്ട്. ആരോ 10 രൂപ ഇട്ടേക്കുന്നു. അതിൻ്റെ താഴെയും 10 നോട്ടുണ്ട്. ഒരു മടക്ക് പോലും വീഴാത്ത ഫ്രഷ് നോട്ടുകളാട്ടോ. നമ്മുടെ ഇന്ത്യൻ നോട്ടുകൾ കിടക്കുന്നതെല്ലാം ബാക്കിയൊക്കെ മടക്കി ഇട്ടേക്കുന്നത് കണ്ടോ. ഇത് വേറെ ഏതോ രാജ്യത്തെ, ഏത് രാജ്യമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എല്ലാം പല പല രാജ്യത്തിൻ്റെ നോട്ടൊക്കെ കിടപ്പുണ്ട്. ഉണ്ടോ, നമ്മളങ്ങനെ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി വയസ്സ്. കണ്ടില്ലേ, ഉച്ച വെയിലൊന്നുമില്ല, അതുകൊണ്ട് നല്ല ഒരു ക്ലൈമറ്റ് ആയിരുന്നു. തിരക്കൊന്നുമില്ല, ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്ലൈമറ്റ് ഈ ഒരു ടൈമിൽ ഇവിടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ മഴ ഒരു പ്രശ്നമാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾ കറക്റ്റ് പ്ലാൻ ചെയ്തൊക്കെ വരുന്ന ഇത്ര ദിവസത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് പ്ലാൻ ചെയ്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്ലാനൊന്നും കറക്റ്റ് നടന്നില്ല എന്ന് വരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫെറിയോ ഷിപ്പോ ഒക്കെ യൂസ് ചെയ്ത് വരുന്നവരാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവസാനത്തെ മൊമെൻറ്റിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ടിക്കറ്റ് അല്ല, ഷിപ്പ് ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഒരുപാടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലൈറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഈ ഒരു മൺസൂൺ ടൈമിൽ വരുമ്പോഴത്തേക്ക് ഈ മാസം മുതൽ ഇവിടെ മൺസൂൺ ആരംഭിക്കുകയാണ്. മെയ് സെക്കൻഡ് വീക്കൊക്കെ തുടങ്ങാൻ നേരത്ത് മൺസൂൺ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. നമ്മളെ കേരളത്തിലെ പോലെ തന്നെയാണ് ക്ലൈമറ്റും. ഇവിടെയും ഭയങ്കര മഴയും സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. ഭയങ്കര മഴയൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബോട്ട് സർവീസൊക്കെ എടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ ആയിരിക്കും ഷിപ്പ് ക്യാൻസൽ ചെയ്യുന്നത്. കാരണം എൻ്റെ കൂടെ വന്നൊരു വേറൊരു ചേട്ടനുണ്ടായിരുന്നു, ഒരു തൃശ്ശൂരിൽ നിന്ന് വന്നത്. അപ്പോൾ പുള്ളിക്കാരനെ ഇന്ന് പോവേണ്ടിയതായിരുന്നു. അപ്പം ഷിപ്പ് ക്യാൻസൽ ചെയ്തു എന്നും പറഞ്ഞ് ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇന്ന് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് പോയത്. അപ്പം എൻ്റെയും കാര്യം അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഇതുവരെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അവർ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു സീസണിൽ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് നിങ്ങൾ അതും കൂടെ ഒന്ന് ടേക്ക് കെയർ ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഈ ബിൽഡിങ്ങിലൊരു ഭംഗി നോക്കിയല്ലേ, ചാരി വെച്ചേക്കുന്ന പോലെ ഇല്ല. അങ്ങ് മുകളിൽ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല ഹൈറ്റിലാണ് ആ ബിൽഡിംഗ് പണിഞ്ഞ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട്. ഇവിടങ്ങളിൽ ഒരുപാട് ബസ്സുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ട്രെയിനല്ലേ കുറച്ചും കൂടെ, എനിക്കൊന്ന് ബസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ട്രെയിനിന് കുറച്ചും കൂടെ നമ്മൾ ജനറലൊക്കെ എടുത്ത് പോകുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ചാർജ് കുറവല്ലേ. പക്ഷേ ഇവിടെ ട്രെയിനിന് ടിക്കറ്റ് ചാർജ് കുറച്ച് കൂടുതലാണ്. ബസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം സെയിം അല്ലെങ്കിൽ കുറച്ച് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ബസ്സായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. കാരണം നിങ്ങൾക്ക് എല്ലാ ടൈമിലും അവൈലബിൾ ആണ്. ലേറ്റ് നൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഏർലി മോർണിംഗ് ആണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഡേ ടൈം ആണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് എപ്പോഴും ബസ്സുകൾ അവൈലബിൾ ആണ്, പല സ്ഥലത്തോട്ടും ബസ്സുകൾ അവൈലബിൾ ആണ്. പക്ഷേ ട്രെയിൻ അതുപോലെ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെന്നില്ല. നല്ലൊരു മഴ പെയ്തൊഴിഞ്ഞു കണ്ടില്ലേ, ഒരു മണിക്കൂർ നീണ്ടുന്ന നല്ല വലിയ മഴയായിരുന്നു. കാറ്റൊക്കെ വീശിയിട്ട് ഫുള്ള് നനഞ്ഞ് ഞാൻ അവസാനം ആ തൊട്ടപ്പുറത്ത് കണ്ട ആ ഒരു മാളിലോട്ട് ഓടിക്കാറായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. കണ്ടില്ല, ഇവിടെ ഫുള്ള് വെള്ളവും ചെളിയായി. ഇച്ചിരി നേരത്തേക്ക് ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും അടുത്തെങ്ങും ഒരു മഴ പെയ്യുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം തൊട്ടേ ഞാൻ ഈ ശ്രീലങ്കയിൽ വന്നപ്പോൾ പറഞ്ഞില്ലേ, മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് മഴയൊന്നും കാണത്തില്ല. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ മഴ പെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര വെയിലാണ്. കണ്ടോ, വീണ്ടും സൂര്യൻ വന്നുണ്ടോ, ഭയങ്കര വെയിലാണ്. ഇപ്പോൾ കണ്ടില്ലേ, ആകാശം മൊത്തം പഴയ പോലെ ആയി. ഇനി മിക്കവാറും വൈകിട്ട് ഒരു മഴയ്ക്ക് ചാൻസ് ഉണ്ട്. ഞാനങ്ങനെ നടന്ന് ഈ ഒരു മഴയത്ത് നടന്ന് കൊളംബോയിലുള്ള വാർ മെമ്മോറിയൽ, വേൾഡ് വാർ മെമ്മോറിയലിനടുത്തെത്തി. ഇത് വേൾഡ് വാർ മെമ്മോറിയൽ പാർക്കാണ്. ഇതിന് ഇത് ഒരു റൗണ്ട് പോലെ കിടക്കുന്ന ഒരു പാർക്കാണ്. അപ്പോൾ നമുക്ക് ഇതുവഴി ചുറ്റും നടന്നു പോയി കഴിഞ്ഞാൽ ഇതുപോലെ വേൾഡ് വാർ മെമ്മോറിയൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നാഷണൽ മ്യൂസിയം ഉണ്ട്, ശ്രീലങ്ക നാഷണൽ മ്യൂസിയം ഉണ്ട്. ആ കാണുന്നത് പബ്ലിക് ലൈബ്രറിയാണ്, ഇവിടുത്തെ പബ്ലിക് ലൈബ്രറിയാണ്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു പാർക്കിനകത്തുണ്ട്. ഈ ഒരു പാർക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ 1/2 ദിവസം കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഈ പാർക്കിനകത്തുണ്ട്. അത്ര ഏതാണ്ടാവില്ല. ഇതൊക്കെ ഉള്ളത് ലൈബ്രറിയാണ്. ഇതാണ് വാർ മെമ്മോറിയൽ. ഇതിവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേറെ ആയിരിക്കും എൻട്രി എന്ന് പറയുന്നത്. ഇതുവഴി കയറാനായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ വേണ്ടില്ലേ, ഒരു മഴയൊക്കെ തോന്നിയിരിക്കും. പക്ഷേ അടുത്ത മഴയ്ക്കുള്ള കോളുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്ക് ഈ പാർക്കും കൂടെ കണ്ടിട്ട് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ മഴയിൽ നമ്മൾ ഫുള്ള്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് മഴയിൽ നമ്മൾ ഇന്നാണ് നമുക്ക് പെട്ടുപോകുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ജസ്റ്റ് മഴ പെയ്ത് അപ്പോഴേ അങ്ങ് മാറുമായിരുന്നു. പക്ഷെ ഇന്ന് അത്ര ഇതായിട്ട് മാറുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ചാറുന്നൊക്കെ ഉണ്ട്. ഞാനങ്ങനെ ഈ ഒരു പാർക്കിനുള്ളിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു യാത്രയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. എൻ്റെ യാത്രകളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഒരു സംഭവമേ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പല രീതിക്ക് ട്രാവൽ ചെയ്യാം. ഒരിക്കലും ഒരാളുടെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളെന്ന് വെച്ച് നിങ്ങൾ ട്രാവൽ ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളെന്ന് വെച്ചിട്ട് ഒരിക്കലും ട്രാവൽ ചെയ്യാതിരിക്കരുത്. കാരണം നിങ്ങൾക്ക് 2 രീതിയിൽ ട്രാവൽ ചെയ്യാം. ഒരുപാട് കാശ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാശ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ പൈസയ്ക്ക് ട്രാവൽ ചെയ്യാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെറിയ പൈസയ്ക്ക് ട്രാവൽ ചെയ്യുന്നതാണ് അടിപൊളി. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരുപാട് പൈസ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ വലിയ റൂമൊക്കെ എടുത്ത്, ലക്ഷറി റിസോർട്ടുകളൊക്കെ എടുത്ത്, പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നത് ഏതെങ്കിലും ഒരു മൾട്ടി കുഷൻ റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡൊക്കെ കഴിച്ച്, പ്രൈവറ്റ് ടാക്സിയൊക്കെ എടുത്ത് നമ്മൾ ആ ഒരു രീതിക്കായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഒരു ചെറിയ പൈസയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് ചെറിയ രീതിക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ ആൾക്കാരുമായിട്ട് നമ്മൾ കമ്പനിയാവും. ഡോർമെട്രി ഒക്കെ എടുത്ത് താമസിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പുതിയ പുതിയ കൂട്ടുകാരെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ബസ്സിലൊക്കെ ലോക്കൽ ബസ്സിലൊക്കെ ഓടി കയറി, പിന്നെ അതുപോലെ തന്നെ ഓട്ടോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ സ്ട്രീറ്റിൽ നിന്നൊക്കെയുള്ള ഫുഡൊക്കെ കഴിച്ച് ലോക്കൽ ആൾക്കാരൊക്കെ ആയിട്ട് കൂടുതലും മിങ്കിളായി അങ്ങനെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരുപാട് കാശ് കൊണ്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കാശ് കുറച്ചേ ഉള്ളെന്ന് വെച്ചിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യാതിരിക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാശ് വെച്ച് ട്രാവൽ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ മെമ്മറീസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെൻറ്റും തരുന്നത്. അപ്പോൾ നിങ്ങളെ മൈൻഡിൽ ഇത് വെച്ചേക്കുക. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുക ഒരുപാട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ മഴ പെയ്ത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയല്ലേ കാണാൻ. അതിപ്പോൾ എവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മരങ്ങളും വൃക്ഷങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു മരങ്ങളുടെ ഇലകളുടെയൊക്കെ കളറൊക്കെ മാറി കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ താഴെയായിട്ട് അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ സീസൺ അടിപൊളിയാണ്. അപ്പോൾ അത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ശ്രീലങ്കയിലാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. ഫുള്ള് വൃക്ഷങ്ങളൊക്കെ ആയിട്ട് ഇത്രയും വൃക്ഷങ്ങളുടെ ഇടയ്ക്ക് ഞാനിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് കിളികളുടെ ഒച്ചയും പിന്നെ അതുപോലെ തന്നെ ആ ഒരു മഴയുടെ ആ ഒരു ചെറിയ ആ ഒരു മണ്ണിൻ്റെ മണം എന്നൊക്കെ പറയത്തില്ല, ആ ഒരു മണ്ണിൻ്റെ മണമൊക്കെ ഉണ്ട്. ഇങ്ങനെ പാർക്ക് വഴി നടന്ന് നമ്മൾ ശ്രീലങ്കയുടെ നാഷണൽ മ്യൂസിയത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കണ്ടില്ല ഒരു വലിയ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്, ഒരു ഗോൾഡൻ കളറിലുള്ള സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. തൊട്ട് നേരെ അതിന് എതിർവശത്തായിട്ട് ഓപ്പോസിറ്റായിട്ട് ആ കാണുന്നതാണ് ശ്രീലങ്കൻ നാഷണൽ മ്യൂസിയം എന്ന് പറയുന്നത്. കണ്ടില്ലേ, വലിയൊരു വൈറ്റ് കളറിലുള്ള മ്യൂസിയമാണ്. അപ്പോൾ അവിടെ ശ്രീലങ്കൻ ഫ്ലാഗൊക്കെ പറക്കുന്നതാണ്. ഇവിടെ ഈ 3 ഫ്ലാഗൊക്കെ ഉണ്ട്. ഒരെണ്ണം ശ്രീലങ്കയുടെ, ബാക്കി എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഇവിടെ എല്ലാം ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് സീബ്ര ലൈൻ നോക്കി വേണം ക്രോസ് ചെയ്യാനായിട്ട്. കാരണം അവിടെ നമുക്ക് വണ്ടി നിർത്തി തരത്തുള്ളൂ. നമ്മൾ സീബ്ര ലൈനിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ വണ്ടി ചവിട്ടി നിർത്തും, നമുക്ക് ക്രോസ് ചെയ്യാനുള്ള സ്പേസ് തരും. അബദ്ധം പറ്റി ചെറിയ അബദ്ധമല്ല, വലിയ അബദ്ധം പറ്റി. കാരണം ഇത് മ്യൂസിയം അല്ല, മ്യൂസിയം നേരെ ഓപ്പോസിറ്റ് വശത്താണെന്ന് പറഞ്ഞത്. ഇത് മ്യൂസിയം അല്ല, ഇത് കൊളംബോ മുനിസിപ്പൽ കൗൺസിലാണിത്. അപ്പോൾ ഇതല്ല മ്യൂസിയം ഗൈസ്, തെറ്റുപറ്റി.
തെറ്റ് പറ്റിയാൽ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. ഞാൻ വിചാരിച്ചത്, ഞാൻ മാപ്പ് നോക്കി ഇവിടം വരെ നടന്നു വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ ബിൽഡിംഗ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇത് തന്നെ ഫിക്സ്, ഇത് തന്നെ. പിന്നെ ഞാൻ ഫോണൊക്കെ അങ്ങ് ഓഫ് ചെയ്ത് വെച്ച്, കാരണം നെറ്റൊക്കെ ലിമിറ്റഡ് അല്ലേ, അപ്പം കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങ് ഓഫ് ചെയ്ത് വെച്ച്. എന്നിട്ടാണ് ഇത്രയും നേരം ഞാൻ ഇത് മ്യൂസിയം ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എന്നിട്ട് ഇവിടെ ഒന്നും ബോർഡ് ഞാൻ ശ്രദ്ധിച്ച പോലും, ഇവിടെയെങ്കിലും ബോർഡ് വെച്ചിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ അവിടെ സെക്യൂരിറ്റി എടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മ്യൂസിയം ഇതല്ല, മ്യൂസിയം തൊട്ട് ഓപ്പോസിറ്റാണ്. ഇത് കൊളംബോയുടെ മുനിസിപ്പൽ കൗൺസിലാണ്, മുനിസിപ്പാലിറ്റി അല്ലേ, എന്താണ് സംഭവം എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞാൽ കയറി വീഡിയോ ഒക്കെ എടുക്കാം, ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് സംഭവം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ അവരെന്തിനും എന്നെ അലോ ചെയ്തെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. മിക്കവാറും കയറി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ പിടിച്ചു നിർത്തും. ഇതാണ് നടക്കാൻ പോകുന്നത്. ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വൈകിട്ട് കാണാൻ അടിപൊളിയായിരിക്കും. പക്ഷേ മ്യൂസിയം നമുക്ക് കൊണ്ട് മ്യൂസിയം ഓപ്പോസിറ്റ് സൈഡാണ് ഗൈസ്. ഇനി ഇവിടുന്ന് നടന്ന് ഈ പാർക്ക് മൊത്തം നടന്നങ്ങ് അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് മിക്കവാറും രാത്രിയാകും. ഇതിനകത്ത് കയറാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞ് കയറിക്കോന്ന്. എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല. വാലേ കൊലയെന്നും പറഞ്ഞ് നടന്ന് കയറിയത് ചെന്നു. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് മ്യൂസിയം ആണെന്ന്, അതല്ലേ കയറിപ്പോയത്. പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ഞാൻ വന്ന് ചോദിച്ചപ്പോഴത്തേക്കും വന്ന് ഇതെല്ലാം മ്യൂസിയം, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ് കയറി കണ്ടോളാൻ പറഞ്ഞു. കയറി കണ്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇത് ഒരു ഗവൺമെൻറ് ഓഫീസല്ലേ, ഞാൻ ഇതിനകത്ത് കയറിയിട്ട് എന്ത് കാണാനാണ്, ഇതിനകത്ത് കയറിയിട്ട് എന്ത് വീഡിയോ എടുക്കാൻ. എൻ്റെ അടുത്തൊന്ന് കയറി കണ്ടോ, ഫോട്ടോ എടുത്തോ, കുഴപ്പമില്ല എന്നൊക്കെ. ഞാൻ എന്ത് ചെയ്യാൻ ഇതിനകത്ത് കയറിയിട്ട് കുറേ പേര് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കാണിക്കുക, അല്ലാതെ ഇപ്പോൾ എന്ത് കാണിക്കാൻ ഇതിനകത്ത്. പക്ഷെ ഞാൻ വിചാരിച്ചത് മ്യൂസിയം ആണെന്ന് ഗൈസ്, പറ്റിപ്പോയി. അപ്പോൾ ഇനിയും ഇതുവഴി ഫുള്ളിനി അങ്ങോട്ട് നടക്കണമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാപ്പ് നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഈ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു അതും കൂടെ ഞാൻ നോക്കി വെച്ചിട്ടാണ് മാപ്പിൽ മാർക്ക് ചെയ്തിട്ട് നടന്നിങ്ങ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ വെച്ചിട്ട് നടന്നു വന്നതാണ്. പക്ഷേ കുഴപ്പമില്ല. പക്ഷേ ഇതാണ് ഗൈസ് കൊളംബോ മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയുന്നത്. കണ്ടില്ലേ എത്ര മനോഹരമായിട്ടുള്ള വൈറ്റ് കളറിലുള്ള ഒരു ബിൽഡിംഗ്. വൈറ്റ് ഹൗസ് പോലെ ഇരിക്കുന്നോ? ഇല്ല, വൈറ്റ് ഹൗസ് പോലില്ല. വൈറ്റ് ഹൗസ് ഇങ്ങനെയല്ല, പക്ഷേ ഇത് കൊളംബോയിലെ വൈറ്റ് ഹൗസ് ഗൈസ്. കണ്ടില്ലേ, കൊളംബോയിലെ വൈറ്റ് ഹൗസാണിത്. അല്ലാതെ ഞാനിപ്പോൾ ഇതിനെ എന്ത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് എനിക്കറിയത്തില്ല. എന്ത് കാര്യത്തിനായിരുന്നു ഞാൻ ഇങ്ങോട്ട് നടന്ന് വന്നതെന്നുള്ളത്. ഇനി ഈ റോഡ് ഫുള്ള് നടന്ന് തിരിച്ച് പോകുന്നതാണ് അടുത്ത വലിയ ബുദ്ധി. ഈ റോഡൊക്കെ ക്രോസ് ചെയ്യുന്നതൊക്കെ ഇത് നമുക്ക് പോലെ എല്ലായിടത്തുനിന്നും അങ്ങ് ക്രോസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ അതിൻ്റേതായ സ്പേസിൽ കൂടെ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും നമ്മൾ അതിൻ്റേതായ ഒരു മാന്യത കാണിക്കണമല്ലോ. എല്ലാവരും അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഏണേക്കോണെ പോയാൽ ഇതുവഴിയൊക്കെ ചാടിയൊക്കെ പോകാൻ ഇനിയിപ്പോൾ അതേ നടക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മളങ്ങ് എത്തുമ്പോഴത്തേക്കുണ്ടല്ലോ, ഞാൻ നടന്ന് ഇവിടുന്ന് അങ്ങ് എത്തുമ്പോഴത്തേക്ക് അടയ്ക്കും. അതങ്ങനെ വരത്തുള്ളൂ. കാരണം എൻ്റെ ഒരു ടൈമൊക്കെ വെച്ചിട്ടും പിന്നെ ഇന്നത്തെ ഇവിടുത്തെ ദിവസത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങ് എത്തുമ്പോൾ അത് ക്ലോസ് ചെയ്യും. ഗൈസ് നമ്മൾ നേരത്തെ നടന്നു പോയ വഴിയാണ് ഗൈസ് അത്. അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോയപ്പോഴും ഈ വെണ്ടയ്ക്ക് അക്ഷരത്തിലുള്ള ബോർഡ് ഞാൻ കണ്ടില്ല. ഇസ് ദർ എനി ടിക്കറ്റ്? ഓക്കെ. Natural story. Natural story. Okay. So I need to go to the National Museum. You go straight. Go straight? Do I need to take the tickets from here or anywhere? There. They have ticket. Here? No. They are go straight. Okay. All building there. Right side. Okay. Straight. But turn right side. Okay. Address there. Okay. Thank you. Okay. എന്തൊക്കെയാ പറഞ്ഞ് പിടിച്ചു. ഇവിടെ ലാംഗ്വേജ് സിംഗിൾ ആയതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. തമിഴ് അറിയാവുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തമിഴ് ഇതാക്കും, അല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ ആണ്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് കയറാൻ പറ്റത്തില്ല. നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി. ഇത് നാച്ചുറൽ ഹിസ്റ്ററിയുടെ മ്യൂസിയമാണ്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തു. കാരണം നമ്മൾ കറങ്ങി നടന്നൊക്കെ സമയം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഈ അപ്പുറത്ത് നാഷണൽ മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതിനങ്ങോട്ട് പോയി നോക്കാം. അത് അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് അവിടെയെങ്കിലും കയറാം ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഇതാണ് നാഷണൽ മ്യൂസിയം എന്ന് പറയുന്നുണ്ട്. അവിടെ മ്യൂസിയം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നാഷണൽ മ്യൂസിയം എന്ന് പറയുന്നത്. ഇതിനകത്ത് കയറുന്നതിന് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 1200 രൂപയാണ്. പിന്നെ നമ്മൾ ആ കയറി വന്നപ്പോഴത്തേക്ക് വേറൊരു മ്യൂസിയം കൂടെ കണ്ടില്ല, ഇപ്പോൾ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ. ഈ രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്ത് 1500 രൂപയാണ് ഒരു ഫോറിൻ അഡൾട്ടിന് വരുന്നത്. ഇത് മാത്രമായിട്ട് കയറാനാണെന്നുണ്ടെങ്കിൽ 1200 രൂപയാണ് ഒരു ഫോറിൻ അഡൾട്ടിന് വരുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ ഫോട്ടോസ് വീഡിയോസ് നോട്ട് അലൗഡ്. നമുക്ക് ജസ്റ്റ് കയറാം, കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് റെക്കോർഡിംഗ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2500-3000 ശ്രീലങ്കൻ റുപ്പീസാണ്. അതും ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് നാഷണൽ മ്യൂസിയം. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പം നിങ്ങൾ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി കണ്ടെങ്കിൽ പോവാം. അപ്പോൾ നമ്മളിനി അടുത്തത് പോകുന്നത് ബീച്ച് സൈഡിലോട്ടാണ്.
ബീച്ച് സൈഡ് പോയതിന് ശേഷം പിന്നെ അത് കണക്ക് തന്നെ തൊട്ടിവിടെ പേട്ട മാർക്കറ്റ് ഉണ്ട്. പേട്ട മാർക്കറ്റിലാണ് നമ്മുടെ ബസ് സ്റ്റാൻഡും പിന്നെ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് ആ പേട്ട മാർക്കറ്റ് റീജിയനിലാണ്. ഈ വണ്ടി കണ്ടോ, ചെറിയ വണ്ടി അല്ലേ, MG കൊമറ്റിനെ പറിച്ചെടുത്ത് വെച്ചേക്കുന്ന കൂട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നടന്ന് ഞാനങ്ങനെ എത്തി നിൽക്കുന്നത് ഗ്യാലെ ഗ്രീൻ ഫേസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. ഒരു ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള ഏരിയയാണ്. ഇവിടെ കണ്ടില്ലേ ഫുള്ള് പച്ചപ്പ് കണ്ടോ, അതുവഴിയാണ് ഹൈവേ നമ്മൾ പോകുന്നത്, അതുവഴിയാണ്. ഇതിന് തൊട്ടടുത്തായിട്ടാണ് അവിടെയാണ് ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ എംബസിയൊക്കെ അവിടെ ആ ഭാഗത്താണ്. അപ്പോൾ കണ്ടില്ലേ ഫുള്ളൊരു ഗ്രൗണ്ട് പോലെ കിടക്കുന്നുണ്ടോ. അയ്യോ, നല്ല ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള സ്ഥലം, നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആ നേരെ സ്ട്രെയിറ്റ് അവിടെ കാണുന്നത് പോർട്ടാണ് നിങ്ങൾ നേരെ കാണുന്നത്. അതൊക്കെ ഒരുപാട് ഫുഡ് വാനുകളുണ്ട്, അല്ലെങ്കിൽ ഫുഡ് ട്രക്കുകൾ ഒരുപാടുണ്ട്. ആൾക്കാരെ കണ്ടില്ല ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ബീച്ചിൻ്റെ ഭാഗത്തോട്ട് ഇറങ്ങി നിൽക്കുക. നല്ല അടിപൊളി ഒരു ബീച്ച്. ഇവിടെ താഴോട്ട് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല, പക്ഷെ നല്ല കെട്ടി വൃത്തിയാക്കി നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടം വരെ വന്നിങ്ങനെ ഇരിക്കാം, പുറത്തോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. കണ്ടില്ലേ, അയ്യോ ഇവിടെ നല്ലൊരു താഴ്ചയുണ്ട്. എല്ലാവരും ഈ അറ്റത്തൊക്കെ വന്നിരിക്കും, ഇതിലേക്കൂടെ വണ്ടി പോകുന്നതാണ്. കണ്ടോ ഇവിടെ എന്തോരം പേരാന്ന് നോക്കി എല്ലാവരും വന്ന് ഇവിടെ റെസ്റ്റ് എടുത്തോണ്ടൊക്കെ ഇരിക്കുക. സൈഡിൽ കാണുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വലിയ ബിൽഡിങ് പണി നടന്നുണ്ട്. ഇതെല്ലാം ലൈറ്റ് ഉണ്ട് കേട്ടോ, രാത്രിയാകുമ്പോൾ ലൈറ്റ് കിടമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ കണ്ടില്ല ആൾക്കാർ ഇവിടെ ഒരുപാട് ഫുഡിൻ്റെ സ്പേസുകളുണ്ട്, ഒരുപാട് ഫുഡ് ട്രക്കുകളുണ്ട്. അപ്പോൾ ഇത് ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് ബീച്ചിൽ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് പേട്ട മാർക്കറ്റിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ച് പോയ ഒരു ഫീലുണ്ട്. ഒരുപാട് സാധനങ്ങൾ, വട അങ്ങനത്തെയൊക്കെ വിൽക്കുന്ന കടകളും ചെറിയ ചെറിയ ഷോപ്പുകളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് ട്രക്കുകളും ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നോക്കി മുറുക്കല്ല വരുമ്പോൾ ഒരു ചിപ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുക. ഇവിടെ ഇതൊക്കെ കണ്ടോ, ഞണ്ടും കൊഞ്ചൊക്കെ ഉണ്ട്, വടയുണ്ട്, ചപ്പാത്തി ഉണ്ട്, എന്തൊക്കെയോ സാധനങ്ങളാണ്. കണ്ടോ ഞണ്ടും കൊഞ്ചൊക്കെ ഇരിക്കുന്നുണ്ട്, വലിയ ഞണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടോ വട, കൊഞ്ച് വെച്ചിട്ടുള്ള വട, അതുകൊണ്ട് കൊഞ്ചൊക്കെ വെച്ചിട്ടുള്ള വട. എൻ്റെ അല്ലേ അല്ല കല്ലുമക്കായൊക്കെ കോഴിക്കോട് വെച്ചേക്കുന്നതാണ്. ഇവിടെ ഫുള്ള് കൊഞ്ചിൻ്റെയും ഞണ്ടിൻ്റെയും കളികളാണ് ഫുള്ള്. തിരിച്ച് നടന്ന് നമ്മൾ രാവിലെ പോയ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി. കണ്ടാണ്ടില്ലേ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. അപ്പോൾ അതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു പേട്ട മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിന് മുന്നേറ്റ് ഞാൻ വേറെ സംഭവം കാണിച്ചത്, ഞാൻ രാവിലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കൊണ്ടാണ്ടില്ലേ അങ്ങനൊരു ടവർ കണ്ടോ, അതാണ് ലോട്ടസ് ടവർ എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടോ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട് കളർ. അടിപൊളിയല്ലേ, കണ്ടോ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, ആ ഒരു പിങ്ക് കളർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. അതെനിക്കൊന്ന് LED ആണോ അത് എന്തോന്ന് അറിയത്തില്ല, പക്ഷെ അത് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് അത് ലോട്ടസ് ടവറാണെന്നാണ്. പക്ഷേ അതെന്തായാലും കൊള്ളാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓവർ ബ്രിഡ്ജ് വഴി നടന്ന് ഇതാണ് നമ്മൾ രാവിലെ വന്ന റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് ഉള്ളതാണ്. അപ്പോൾ ഈ ഓവർ ബ്രിഡ്ജ് വഴി നടന്ന് നമ്മൾ ഒരു പേട്ട മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. വൈകിട്ട് ഓഫീസ് വിട്ടതിൻ്റെ തിരക്കാണ് ഇവിടെ. ഫുള്ള് ബസ്സുകളും ബഹളമാണ്. ഇതിൻ്റെ മേളിൽ നിന്നുള്ള ബ്രിഡ്ജിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, എന്തോരം ബസ്സുകളാണ് ഈ ടൗണിലോട്ട് വരുന്നത് നോക്കി. അടിപൊളി ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ തൊട്ട് അങ്ങോട്ട് പേട്ട മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അല്ല ഒരുപാട് കച്ചവട സാധനങ്ങളാണ്. നമ്മൾ ഡൽഹി സരോജിനിയിലും അല്ലെങ്കിൽ ഡൽഹി മറ്റേ കറോൾ ബാഗിലൊക്കെ വന്ന പോലത്തെ ഒരു ഫീലാണ്. ഫുള്ള് സാധനങ്ങളാണ്, ഫുള്ള് ഡിസ്കൗണ്ട് സാധനങ്ങളാണ്. പക്ഷേ എങ്കിലും നമ്മുടെ അവിടുത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഇരട്ടി പൈസയാണ്. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഇത് ഓക്കെയാണ്. നമ്മുടെ അവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഡൽഹിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് എത്ര രൂപയ്ക്ക്, 100 രൂപയ്ക്കും അതിലും താഴെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഡബിൾ ആവും. കാരണം ഇവിടുത്തെ ഇമ്പോർട്ട് ഡ്യൂട്ടിയും അങ്ങനത്തെ ടാക്സുകൾ സംഭവങ്ങൾ ഇച്ചിരി കൂടുതലായതുകൊണ്ടാണ് ഇവിടെ എങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല. ഇവിടുത്തെ നോർമൽ റേറ്റ് വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ കച്ചവടങ്ങൾ നല്ലതാണ്, ഒരുപാട് പേർക്ക് ഉപയോഗമാണ്. കാരണം ചീപ്പ് പ്രൈസിൽ ഇതൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ കണ്ടോ ഇതെല്ലാം ഷൂസിൻ്റെ കടകളാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. കണ്ടില്ലേ, മഴ ആയതുകൊണ്ടാണ് ഒരുപാടൊക്കെ ഷോപ്പുകളൊക്കെ അടച്ചേക്കുന്നത്. പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് ഉള്ളിൽ വെച്ചേക്കുന്നുണ്ടോ. എപ്പോഴും വേണോ മഴ പെയ്യാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് മാർക്കറ്റിൽ. ഷൂസ് മാത്രമേ ഉള്ളൂ തോന്നുന്നു. അപ്പോൾ ഇനി നമ്മൾ കയറി ഈ ഒരു വഴിക്ക് ഷൂസ് മാത്രമേ ഉള്ളൂ. എന്തോ സൈഡിൽ ഫുള്ളെല്ലാം ഷൂസാണ്, ഫുള്ള് ഷൂവും ചെരുപ്പും മാത്രമേ ഉള്ളൂ ഗൈസ്. ഇതേ കണ്ടില്ലേ ഫുള്ള് ഡ്രസ്സുകളുടെ ഏരിയയാണ്. നിൽക്കേണ്ട ഒക്കെ കളർ നോക്കി എന്തൊക്കെ തരം പ്രിൻ്റാണെന്ന്. ഇങ്ങോട്ടൊന്നും ലൈറ്റൊന്നും ഇട്ടില്ല. ഇവിടെയും ഫുള്ള് കച്ചവടങ്ങളാണ്. നമ്മൾ രാവിലെ ഇതുവഴിയൊക്കെ നടന്ന് പോയത് കേട്ടോ. അതുകൊണ്ട് കുറേയൊക്കെ ഞാൻ കണ്ടതാണ് രാവിലെ. പിന്നെ അതെനിക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ സ്ക്വയർ പിന്നാണ്, ഈ സർക്കിൾ പിന്നല്ല, ഈ പിന്നാണ് കേട്ടോ. നിങ്ങൾ ചാർജറൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഇതുപോലത്തെ ഒരു ബ്രിക്ക് വാങ്ങിയിട്ട് വരിക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് മിക്കടുത്ത് ചില ഹോട്ടലുകളിലും റൂമുകളിലൊക്കെ ഇതുപോലത്തെ റൗണ്ട് പിന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളിടത്തെല്ലാം സ്ക്വയറാണ്. ഞാൻ 2-3 എടുത്ത് പോയപ്പോഴത്തേക്ക് എല്ലാം സ്ക്വയർ ആയിരുന്നു.
അപ്പോൾ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടുന്ന് ചാർജർ വാങ്ങേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോകുന്ന ഹോട്ടലിൽ നിന്ന് ഞാൻ ജസ്റ്റ് അവരുടെ നിന്ന് കടം വാങ്ങുമായിരുന്നു ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വരുമ്പോഴത്തേക്ക് എല്ലാവരും ചാർജർ സ്ക്വയർ പിന്നുള്ളത് കൊണ്ടുവരിക. മാർക്കറ്റിലെ തിരക്കുണ്ടോ? അത് ഭയങ്കര തിരക്കാണ്. ചെറിയൊരു മാർക്കറ്റാണ്, അത്ര വലിയ മാർക്കറ്റൊന്നുമല്ല, പക്ഷേ എങ്കിൽ നല്ല തിരക്കുണ്ട്. ഇവിടെ ഫുൾ ഇലക്ട്രോണിക് സാധനങ്ങളാണ്, മൊത്തം ഇലക്ട്രോണിക്സ് ഐറ്റംസും ഹെഡ്ഫോൺസ്, പിന്നെ അതുപോലെ തന്നെ ഫോണിൻ്റെ കുറേ ഐറ്റംസും അങ്ങനത്തെ വീട്ടുപകരണങ്ങളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ, ഓരോ സ്ട്രീറ്റിനകത്തോട്ട് നമ്മൾ ഓരോരോ കാഴ്ചകളാണ്. ഇവിടെ കണ്ടില്ലേ, ഫുള്ള് ഇലക്ട്രോണിക് ഐറ്റംസാണ്, ലൈറ്റുകളും തറയിട്ട് പൊട്ടിച്ച് ലൈറ്റുകളും അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉണ്ട്, ഒരുപാട് ഹോട്ടൽ റൂമുകളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെയാണ് ശ്രീലങ്കയിലെ കൊളംബോയിലെ കാഴ്ചകളെന്ന് പറയുന്നത്. ശരിക്കും വേണം നമുക്കിന്ന് കുറച്ചേ പോകാൻ പറ്റുള്ളൂ, കാരണം മഴ ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും കണ്ടില്ലേ ഫുള്ള് മൂടി കെട്ടി. ഇനി അടുത്തൊരു മഴയുടെ ചാൻസ് ഉണ്ട്. ഇവിടെ ഫുള്ള് ഹോട്ടലുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളത്. അപ്പം മഴ കണ്ടില്ലേ, ഫുള്ള് മഴക്കോളാണ്. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ചേ ഇന്ന് കൊളംബോ കാണാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരുപാടൊന്നും ഇല്ല. കൊളംബോ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് സിറ്റി ടൂർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളൊന്നും അങ്ങനെ ഇല്ല. നമ്മൾ പോയ ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത്, അതിൽ 1-2 നമുക്ക് കയറാനും പറ്റിയില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു കൊളംബോയിലെ കാഴ്ചകളും വിശേഷങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രീലങ്കയിൽ വരുന്ന എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം അതൊക്കെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.